ഹലോ, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും തലേന്ന് തന്നെ റൈസിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3/4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുലാവിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അളവിൽ പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിത് പൊന്നിയരി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ, ഈസി ആയിട്ട്. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെയ്യ് ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിൽ ആ എണ്ണൻ്റെ മണം വരും. അപ്പോൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ തക്കാളി കട്ട് ചെയ്ത് ചേർക്കുക. അപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ തക്കാളി ഉണ്ടെങ്കിൽ അത് പെറുക്കി മാറ്റാറാണ് പതിവ്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ തക്കാളി. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് അരച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. അപ്പോൾ ഞാൻ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരി അളന്നെടുത്ത ആ സെയിം ഗ്ലാസ്സിൽ 1.25 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിന് സൈഡ് ഡിഷായിട്ട് ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ വീട്ടിലും കുട്ടികളെ സ്കൂളിൽ വിടുന്ന നേരത്തെ ഒരു തിരക്ക് പിടിച്ച ജോലിയാണല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ചായ ഇടലും എല്ലാം ഇതിൻ്റെ ഒപ്പം തന്നെ നടത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം എടുത്ത് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം പോയി റൈസെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ഫോർക്ക് എടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ നമ്മൾ സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു കാസറോളിൽ ഒരു ചൂടാറാത്ത ഒരു പാത്രത്തിലേക്കാക്കി നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കാം കേട്ടോ. എപ്പോഴും ലഞ്ചൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറുന്നത് വരെ ആ സൈഡിൽ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചൊന്ന് റെഡി ആവാം. ഇനി നമുക്ക് സ്നാക്സ് ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോക്കനട്ടിൻ്റെ ബണ്ണും കുറച്ച് ആൽമണ്ട്സുമാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് 2 മക്കളാട്ടോ. അപ്പോൾ 2 ആൾക്കുള്ള സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് റൈസ് ചെറുതായിട്ടൊന്ന് ചൂടാറി. അപ്പോൾ ഇനി റൈസെല്ലാം ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാണ്. എപ്പോഴും നമ്മൾ തലേന്ന് തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ എന്ത് കൊടുത്തു വിടാമെന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ ജോലി എളുപ്പമാകും. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ട് പറ്റും. പിന്നെ ഈ ദാൽ റൈസിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ് പിക്കിൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് മാംഗോ പിക്കിളും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെല്ലാം തന്നെ ഒരുപാട് ഇഷ്ടമാകും. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി കൊടുക്കാനും പറ്റും. പരിപ്പെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ലൊരു ലഞ്ചാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.